എൻ്റെ ചൈൽഡ്ഹുഡിൽ ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു എൻ്റെ അറിവില്ലാത്ത സമയത്ത്. അദ്ദേഹം ദൈവമാണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എൻ്റെ പാരൻസും എൻ്റെ കമ്മ്യൂണിറ്റി. ജീസസ് ക്രൈസ്റ്റ് ദൈവമല്ല, ശ്രീ മാനദാനപ്രധാനന്ദമായ ദൈവമാണ്. സത്യസായി ബാബയുടെ മരണശേഷവും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ലേ? പോകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവമാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ ഒരു പക്ഷേ എൻ്റെ മരണശേഷം ചില വ്യക്തികൾ എൻ്റെ ചില ചെല്ലുകൂട്ടാരത്തിലെത്തി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ ജീസസിന് ഞാൻ ഇന്ന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം. അന്ന് ബോഡി എന്ന് പറയുന്ന സാധനമില്ല, ബോഡി പാർട്സേ ഉള്ളൂ, അല്ലെങ്കിൽ അവയവങ്ങളേ ഉള്ളൂ. പ്രാണൻ എന്ന് പറയുന്നത് ശ്വാസമല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. ശ്വാസം നിലയ്ക്കുമ്പോഴാണ് പ്രാണൻ പോകുന്നത് എന്ന് പറയാനും പറ്റത്തില്ല. പറഞ്ഞു വന്ന് നമ്മളെ എനർജിയെക്കുറിച്ചാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളിപ്പോൾ സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു യാന്ത്രികോർജ്ജം ഗതികോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചവിട്ടി കരക്കി വരുമ്പോഴത്തേക്ക് ആ എനർജിയുടെ ആ ഫോഴ്സ് കൊണ്ട് ഞാൻ എൻ്റെ കാല് ആ പെഡലിൽ നിന്ന് സ്ലിപ്പായി കാലിൽ തട്ടിയിട്ട് മുറിവ് വന്നു കഴിഞ്ഞാൽ അത് എനർജിയുടെ സൈഡ് എഫക്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? അല്ല, ആ എനർജിയുടെ സൈഡ് എഫക്റ്റ് തന്നെയാണ്, പക്ഷേ അത് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഉണ്ടായ കാര്യമാണ്. സോ ഇതുപോലെ എന്ത് എനർജി എടുത്താലും ആ എനർജി എന്ന് പറയുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പൊട്ടൻഷ്യൽ അതിനുണ്ട്. സോ അതിനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുകയോ യൂസ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ എനർജിക്ക് ഒരിക്കലും നമ്മളോട് വൈരാഗ്യമോ ദേഷ്യമോ അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകത്തില്ല. സോ ഒരു കള്ളുകൂടിയനായൊരു മനുഷ്യൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം പെട്ടെന്ന് തൂങ്ങി മരിക്കുകയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ മരിക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ എനർജി അവിടെ ഉണ്ടാവും. ഈ അപകട മരണം, ആത്മഹത്യ, ഇങ്ങനെയൊക്കെയുള്ള ദുർമരണങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ട മരണങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന എനർജി അത് ഫുൾ നെഗറ്റീവ് എനർജി ആയിരിക്കും. എത്ര സാത്വികനായി ജീവിച്ച ആളായാലും അവസാനം ആത്മഹത്യ ആണെങ്കിൽ അത് നെഗറ്റീവ് എനർജി ആയിട്ട് നിൽക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ബാധിക്കപ്പെടുവാണ്. അത് ആ എനർജിയുടെ ഈ പറഞ്ഞതുപോലെ സ്വാധീനം എന്തായാലും ഉണ്ടാവും. ആ എനർജിയെ മാറ്റുക എന്നുള്ളതാണ് ഈ കർമ്മകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ എനർജി നമ്മളെ ഏതെങ്കിലും രീതിയിൽ വന്ന് അപായപ്പെടുത്തുകയോ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നതല്ല. ആ എനർജിയുടെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ട് അതിനെ മാറ്റുകയാണ് നമ്മൾ. ഇതൊക്കെ മനുഷ്യന് മാത്രമാണോ ബാധകം, അതോ സകല ജന്തുജാലങ്ങൾക്കും ബാധകമാണോ? ജന്തുജാലങ്ങൾക്കും ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ അറവശാലയിൽ ഇറക്കപ്പെടുന്ന മൃഗങ്ങളിൽ ഉണ്ടാകുന്ന എനർജിയുണ്ട്. ഇത് ആ ഭക്ഷണം, ആ മാംസാഹാരം കഴിക്കുന്നതിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് തീർച്ചയായിട്ടും മനുഷ്യ ശരീരത്തിന് അതുണ്ടാകും. ഇപ്പോൾ അതും ഞാൻ ഈ സന്തോഷം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അതൊന്ന് കേട്ട് പഠിച്ച ഒരു കാര്യം. അങ്ങ് വെജാണോ നോൺ വെജാണോ? ഞാൻ വെജ് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് അങ്ങ് നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പതുക്കെ ഗ്രാജുവലി അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വ്രതകാലത്ത് എന്തായാലും വെജിറ്റേറിയൻ തന്നെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം പറഞ്ഞ ഇത് ഇങ്ങനെയാണ്. നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സ്വഭാവ പ്രകടനം നമ്മളിന്ന് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. കിഴങ്ങ് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ, ആ വാക്ക് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, കിഴങ്ങനായി പോകുന്ന. ഇനി നമ്മളിപ്പം ഏതെങ്കിലും ഒരു മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഒരു ഉളുമ്പ് ചുവയുണ്ട്. അത് ഈ ഉളുമ്പ് മത്സ്യങ്ങളെ ഭാഷയ്ക്ക് അവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ശൈലിക്ക് കുറ്റം പറയരുത്. കുറ്റം പറയുന്നതല്ല, അവരുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഭാഷയെ നമുക്ക് കുറ്റം പറയാൻ. ഭാഷ എന്ന് ഉദ്ദേശിച്ചത് അവർ പറയുന്ന ബാഡ് വേർഡ്സ് ഇല്ലേ, ഞാനത് അവരുടെ മറ്റു ഭാഷയല്ല കുറ്റം പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ കടയിൽ ചന്തയിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മളൊന്ന് 2 പ്രാവശ്യം ബാർഗെയിൻ ചെയ്ത് നോക്കി അവർ പറയുന്ന ലാംഗ്വേജ് ഇച്ചിരി ഹാർഷായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. അല്ലെങ്കിൽ ഇച്ചിരി നമ്മൾ ബാഡ് വേർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ സംസാരിക്കാൻ പോകും. നമുക്കാണത് ബാഡ് വേർഡ്, അവർക്കതല്ല. അത് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഉളുമ്പ് നാറ്റമുള്ള വാക്കുകൾ അവരുടെ സംസാരത്തിനകത്തുണ്ടാകും എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സ്പിരിച്വാലിറ്റി കൂടുതൽ ആസ്വദിക്കുന്ന വ്യക്തികൾക്കെല്ലാം മധുരം ഇഷ്ടമുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. സ്പിരിച്വാലിറ്റി കൂടുതൽ ആസ്വദിക്കുന്ന വ്യക്തികളെല്ലാം അങ്ങനെ മധുരപ്രിയരായിരിക്കും. കാരണം അവരുടെ ജീവിതവും അവരുടെ സംഭാഷണമൊക്കെ കുറച്ച് ആ രീതിയിൽ സോഫ്റ്റ് ആകും. അപ്പോൾ അവർക്ക് മധുരം അങ്ങനെ പതുക്കെ ഇഷ്ടമല്ലാത്തവർ പോലും പതുക്കെ ഇഷ്ടപ്പെട്ട് വരുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഈ പറയുന്ന ഇംപ്ലിക്കേഷൻസും ഈ പറയുന്ന കാര്യങ്ങളുണ്ടാകും. പക്ഷെ അങ്ങ് പറഞ്ഞതിൽ എനിക്കൊരു എതിർപ്പുള്ളൊരു കാര്യം, ഇപ്പോൾ അങ്ങ് സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങയുടെ സംഭാഷണം, ഇപ്പോൾ അങ്ങ് എന്നോട് സംസാരിക്കുന്ന ഒരു രീതി, അങ്ങയുടെ ശിഷ്യങ്ങളോട് സംസാരിക്കുന്ന മറ്റൊരു രീതിയാകാം. അങ്ങ് ഫാദർ ആയിരുന്ന സമയത്ത് ഇടവകയിൽ സംസാരിക്കുന്ന വേറൊരു രീതിയിലായിരിക്കും. അങ്ങയുടെ ഈ സംസാരം നേരത്തെ പറഞ്ഞ ആ ഉളുമ്പ് വർത്തമാനമുള്ള തീരദേശ മേഖലയിലെ ആളുകൾ കേട്ടാൽ അവര് ചോദിക്കും, ഇവൻ എന്തുവാടാ ഈ പറയുന്നതെന്ന് അവർ ചിലപ്പോൾ ചോദിച്ചേക്കാം. തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ്. ഞാനതൊന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് അതിനകത്ത്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുന്ന ഒരു സംസ്കാരം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരം. അപ്പോൾ ആ സംസ്കാരത്തിനകത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ റിഫൈൻ ചെയ്തായിരിക്കും സംസാരിക്കുക. നല്ല വാക്കുകൾ ഉപയോഗിച്ച്, നല്ല പദങ്ങൾ ഉപയോഗിച്ച്, നല്ല ആശയങ്ങൾ ഉപയോഗിച്ചായിരിക്കും സംസാരിക്കുക. ഞാൻ ആ ഒരു സ്ട്രീം വെച്ചിട്ടാണ് ഈ ഒരു കാര്യത്തെ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഞാൻ പണ്ട് ടെക്നോ പാർക്കിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ദേഷ്യം വരുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണ്.
ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ തീരെ വൾഗറായി പോയി കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ അയ്യേ എന്ന് തോന്നും. പക്ഷെ ഞാൻ ദേഷ്യപ്പെടും. പക്ഷെ ദേഷ്യപ്പെടുമ്പോഴും ആ വെളിയിൽ വരുന്ന വാക്കുകൾക്ക് ഒരു എന്തുണ്ടാകണം, ഒരു വൾഗറായിട്ടുള്ളൊരു കാര്യം ഇല്ലാത്ത രീതിയിലായിരിക്കണം. ആ വൾഗർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം അങ്ങ് പറഞ്ഞു, സ്പിരിച്വാലിറ്റി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ മധുരം കഴിക്കുന്നവരായിരിക്കും, അവർ ഈ നോൺ വെജ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും. മനുഷ്യനൊരു ആവശ്യം വരുമ്പോൾ ഇവരാണോ അതോ ഈ നോൺ വെജ് ഒക്കെ കഴിച്ച് ഈ പറയുന്ന ആളുകളാണോ ഉപകാരപ്പെടുക എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി വരും. തീർച്ചയായിട്ടും അവരുടെ രണ്ടുപേരുടെയും മിഷൻ രണ്ട് രീതിയിലായിരിക്കാം. കാരണം ഒരിക്കലും ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അത്യാഹിതത്തിൽ നിൽക്കുന്ന ഒരാളെയോ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ സ്പിരിച്വൽ വ്യക്തി കടന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല. പക്ഷെ ഒരാളുടെ ലൈഫിന് തിരിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പീസില്ലാത്തൊരവസ്ഥയിൽ ടെൻഷനായിട്ടിരിക്കുക, അല്ലെങ്കിൽ സ്ട്രെയിൻ ആയിട്ടിരിക്കുക, എൻ്റെ ലൈഫിനെ തിരിക്കണമെന്നുണ്ടെങ്കിൽ, എന്നെ ശരിക്കും ഒന്ന് മോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സണേ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ളവരും വേണം. ആവശ്യമാണ്, തീർച്ചയായിട്ടും ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് സ്പിരിറ്റിലേക്കൊക്കെ തിരിച്ചു വരാം. ഓക്കെ, സ്പിരിറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പം എൻ്റെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ശരിക്കും ഈ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്താ എന്നുള്ളത്. ഇപ്പോൾ ഞാനപ്പോൾ പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയതാണ്. ഇപ്പം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, സാറിൻ്റെ ബോഡി ഒന്ന് തൊട്ട് കാണിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ തൊട്ട് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ തൊട്ട് കാണിക്കുകയാണെങ്കിൽ ഇത് കയ്യാണ്, ഇങ്ങനെ തൊട്ട് കാണിക്കുന്നത് ചെസ്റ്റാണ്, അങ്ങനെ ആരും കാണിക്കാറില്ലല്ലോ. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺസെപ്റ്റ്. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് എ കളക്ഷൻ ഓഫ് പാർട്സ് ആണ്, അല്ലാതെ ബോഡി എന്ന് പറയുന്നൊരു സംഭവമില്ല. അപ്പോൾ പക്ഷേ ഇപ്പം ഈ പിന്നെ നമ്മുടെ യുക്തിവാദികളൊക്കെ വാദിക്കുന്നത് ആത്മാവില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ബോഡി ഉണ്ടോ? ബോഡി എന്ന് പറയുന്ന സാധനമില്ല, ബോഡി പാർട്സേ ഉള്ളൂ, അല്ലെങ്കിൽ അവയവങ്ങളേ ഉള്ളൂ. ബോഡി പാർട്സ് ചേർന്ന് ഇതിനെ ബോഡി അങ്ങനെ നമ്മൾ വിളിക്കുന്നതാണ്. സെയിം വേ സ്പിരിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമില്ല, പക്ഷെ കുറേ കമ്പോണൻസ് ചേരുന്നതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൈൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വ്യക്തിത്വം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനമില്ല. നമ്മുടെ അറിവ്, നമ്മുടെ ഓർമ്മ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് സോളാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാകുന്നത്. അല്ലാതെ മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഇല്ല. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് മനസ്സുണ്ടെന്ന് നമ്മൾ പറയുന്നത്. സെയിം വേ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ യൂണിറ്റി ഇല്ല, അതൊരു കൺസെപ്റ്റാണ്. അപ്പോൾ സ്പിരിറ്റിനകത്ത് കുറേ കമ്പോണൻസ് ചേരുമ്പോഴാണ് സ്പിരിറ്റ് ആകുന്നത്. നമ്മുടെ പ്രാണൻ, നമ്മുടെ ബോധം, നമ്മുടെ ജ്ഞാനം, ഇങ്ങനെയൊക്കെയുള്ള കുറേ എലിമെൻറ്റ്സ് ചേരുന്നതിനെയാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അജ്ഞതയുള്ളവരില്ല എന്ന് പറയും, പക്ഷേ ജ്ഞാനമുള്ളവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് ഇത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറയും. ഈ ആത്മാവും പ്രാണനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആത്മാവിൻ്റെ ഒരു കമ്പോണൻ്റാണ് പ്രാണൻ. ശരീരവും ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിനകത്തുള്ളൊരു പാർട്ടാണ് ഹൃദയം. സെയിം വേ ആത്മാവിനകത്തുള്ളൊരു കമ്പോണൻ്റാണ് പ്രാണൻ. പ്രാണൻ എന്ന് പറയുന്നത് ശ്വാസമല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. ശ്വാസം നിലയ്ക്കുമ്പോഴാണ് പ്രാണൻ പോകുന്നത് എന്ന് പറയാനും പറ്റത്തില്ല. എന്നാൽ പ്രാണൻ നിലയ്ക്കുമ്പോൾ ശ്വാസം എടുപ്പ് അവസാനിക്കുന്നത്. ശരിക്കും ആ പ്രാണൻ നിലനിൽക്കാൻ കാരണം ശ്വാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ശ്വാസത്തിനെ മാത്രം വെച്ച് നമുക്കത് വിലയിരുത്താൻ പറ്റത്തില്ല. ഇപ്പോൾ ബൈബിൾ പോലെയുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നത് പ്രാണൻ്റെ ആധാരം എന്ന് പറയുന്ന രക്തമെന്ന്. രക്തം പോയാലും പ്രാണൻ പോകും. അപ്പോൾ വായു എന്ന് വേണമെങ്കിൽ പറയാം, രക്തമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പല കമ്പോണൻസ് ചേരുമ്പോഴാണ് ഈ പ്രാണനെ നിലനിർത്തുന്നത്. ഏതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ പ്രാണൻ പോകും. അപ്പോൾ പ്രാണൻ ഉണ്ട് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ കമ്പോണൻസ് എല്ലാം ചേർന്ന് അതിനെ നിലനിർത്തുമ്പോഴേ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ രക്തമെല്ലാം വാർന്നു പോയ ഒരാളുടെ രക്തം കൊടുത്തും നമുക്ക് പ്രാണനെ നിലനിർത്താൻ പറ്റും. ശ്വാസമെടുക്കാൻ അല്ലെങ്കിൽ പ്രാണൻ എടുക്കാൻ കഴിവില്ലാത്ത ഒരാളിന് ആർട്ടിഫിഷ്യലായിട്ട് വായു കൊടുത്തും നമുക്ക് ആ പ്രാണനെ നിലനിർത്താൻ പറ്റും. അപ്പോൾ പ്രാണൻ വായുവല്ല, അല്ലെങ്കിൽ ശ്വാസമല്ല, അല്ലെങ്കിൽ രക്തമല്ല. ഡോക്ടർക്ക് ഈ നമ്മളിപ്പോൾ പല മതവിശ്വാസങ്ങളിൽ നിന്ന് ഒരുപാട് ദൈവസങ്കല്പങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അയ്യപ്പനെ പറ്റി പറഞ്ഞു, ശിവഭഗവാനെ പറ്റി, ജീസസ് ക്രൈസ്റ്റിനെ പറ്റി പറഞ്ഞു. ഇതിൽ മനുഷ്യനുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, ഏറ്റവും മനോഹരമെന്ന് തോന്നിയ ദൈവസങ്കല്പം ഏതാ? അത് വ്യക്തിഗതമല്ലേ? അത് ഞാൻ അങ്ങയുടെ വ്യക്തിപരമായ ചോദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചൈൽഡ്ഹുഡിൽ ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു. എൻ്റെ അറിവില്ലാത്ത സമയത്ത് അദ്ദേഹം ദൈവമാണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എൻ്റെ പാരൻസും എൻ്റെ കമ്മ്യൂണിറ്റി. ജീസസ് ക്രൈസ്റ്റ് ദൈവമല്ല, ശ്രീ മാനന്ദാമൃതാനന്ദമയ ദൈവമാണോ? ശ്രീ രവിശങ്കർ ദൈവമാണോ? അവരെ വിശ്വസിക്കുന്നവർക്ക് അവർ ദൈവമാണ്. ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ
ഒരു വ്യക്തി ജീവിച്ചു, അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ പല ആൾക്കാർക്കും പല നന്മകളും ഉണ്ടായി. അവർക്ക് നന്മ ലഭിച്ചവർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നന്മയുണ്ടായവർ അദ്ദേഹത്തെ ദൈവമായിട്ട് അല്ലെങ്കിൽ ദൈവതുല്യനായിട്ടുള്ള വ്യക്തിയായിട്ട് കണ്ടു. അത് ആ കാലഘട്ടത്തിൽ മാത്രം പോരായിരുന്നോ? എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? സത്യസായി ബാബയുടെ മരണശേഷവും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ലേ? പോകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പലർക്കും ഉത്തരം കിട്ടും ആ ചോദ്യത്തിന്. അതെ. പക്ഷെ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, നമുക്ക് പഠിപ്പിച്ചു തന്ന ജീവിതചര്യകൾ, ഇതൊക്കെ പ്രചരിക്കപ്പെടേണ്ടതല്ലേ? അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് ജീസസിനെ കുറിച്ച് പറഞ്ഞാലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞാലും ആരെക്കുറിച്ച് പറഞ്ഞാലും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളും ജീവിത ആദർശങ്ങളും എല്ലാം വളരെ നല്ലത് തന്നെയാണ്. അത് അനുകരിക്കേണ്ടത് തന്നെയാണ്, പഠിക്കേണ്ടത്. അപ്പോൾ അവരെക്കുറിച്ച് പറയാതെ, അവരെക്കുറിച്ച് ഓർക്കാതെ, അവരെ ആരാധിക്കാതെ പോകാൻ പറ്റില്ലേ? ദൈവമായിട്ട് പറയണമെന്നുണ്ടോ? ആ കാലഘട്ടത്തിൽ ജീവിച്ച നല്ലൊരു മനുഷ്യനെന്ന് പറഞ്ഞാൽ പോരെ? സോ ഈ സമയത്ത് ഇപ്പോൾ ഞാനും നിങ്ങളും ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ലേ? ജനങ്ങൾക്ക് നന്മ കൊടുക്കുന്നു, പിന്നെ അവർക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത കൊടുക്കുന്നു, നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവമാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ ഒരു പക്ഷേ എൻ്റെ മരണശേഷം ചില വ്യക്തികൾ എൻ്റെ ചില ചെല്ലുകൂട്ടാരത്തിലെത്തി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റൈറ്റ്. അത്രയേ ഉള്ളൂ ജീസസിന് ഞാൻ ഇന്ന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം. അന്ന് ജീസസ് എനിക്ക് ഇഷ്ടപുരുഷനായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു ദൈവമായിരുന്നു. പക്ഷെ അത് ഞാൻ ജീസസിനെ പറ്റി ചോദിച്ചില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത് അതിലോട്ട് വരുവാണ്. അപ്പോൾ എനിക്കിന്ന് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടോ, ഒരു ദൈവഭാവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇല്ല. ഇന്ന് ഞാൻ ഒരു യൂണിവേഴ്സൽ ആ എനർജിയാണ് ഞാനന്ന് ദൈവമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവസങ്കല്പമായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന യൂണിവേഴ്സൽ എനർജിയാണ്. ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ദൈവസങ്കല്പം ഇപ്പം എനിക്കില്ല. അങ്ങനെയൊരു മനസ്സിലൊരു സങ്കോചം വന്നാൽ, ഒരു വഴിമുട്ടൽ വന്നാൽ, ഞങ്ങളൊക്കെ സാധാരണ രീതിയിൽ ഭഗവാനെ എന്ന് വിളിക്കും. ഞാനാണെങ്കിൽ ഗണപതി എന്ന് വിളിക്കും. എൻ്റെ ഇഷ്ടദേവതാസങ്കല്പമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങ് എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക? എൻ്റെ പ്രാർത്ഥനാ രീതികൾ ഇപ്പോൾ ഒത്തിരി മാറി. പണ്ട് പ്രാർത്ഥനാ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ജീസസിനോടുള്ള അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ തന്നെ ഒത്തിരി പ്രയാസപ്പെട്ട് എൻ്റെ പദങ്ങളെ ഞാൻ റിഫൈൻ ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്നത് ദൈവമല്ല, ഉത്തരം തരുന്നത് ഈ പ്രപഞ്ചമാണ്. അപ്പോൾ ആ യൂണിവേഴ്സിനെ ഒരു വ്യക്തിയായിട്ട് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ പ്രാർത്ഥനകൾ ഒരു വ്യക്തി കേന്ദ്രീകൃതമാകേണ്ട ആവശ്യമില്ല. അത് കൺഫെഷൻ ആയാൽ മതി. പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യമുണ്ടോ? അവിടെ ഏത് പ്രാർത്ഥന എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. പ്ലീഡിങ്ങിന് പ്രാധാന്യമില്ല. മറ്റാരോ എനിക്ക് എന്തെങ്കിലും തരുമെന്നുള്ള രീതിയിൽ പ്ലീഡ് ചെയ്യുന്നതല്ല പ്രാർത്ഥന. എന്നോടൊരു ആചാര്യം പറഞ്ഞു, ഈ ഹൈന്ദവ മതത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ ക്രൈസ്തവ മതത്തിലാണെങ്കിൽ കൺവെൻഷനുകൾ നടക്കും, വിളിച്ചു ചൊല്ലി പ്രാർത്ഥനകൾ നടക്കും. ഇസ്ലാം മതത്തിലും അവർ പല പ്രോഗ്രാമുകളിലൂടെ ഉസ്താദക്കന്മാർ വിളിച്ചു പറഞ്ഞ് ഖുർആൻ ഓതിക്കൊണ്ട് പരിപാടികൾ നടത്തും. ഇവിടെ ഹൈന്ദവ ധർമ്മത്തിലേക്ക് പോയ അവിടെ സപ്താഹങ്ങളൊക്കെ നടക്കുമ്പോൾ അത് കൂലിക്കിരുത്തിയിരിക്കുന്ന 3 പേര് ആ ഭാഗവതം വായിച്ചു പോവുകയും ഒരു ആചാര്യനെ കഥ പറഞ്ഞു പോവുകയാണ് ചെയ്യുക. ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന വൈബ്രേഷൻസ് അത് നഷ്ടപ്പെടുന്നതാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ മൂല്യച്യുതിക്ക് കാരണമെന്ന് എന്നോട് ആൾ പറഞ്ഞു. സന്ധ്യനാമം ചൊല്ലുന്നില്ല, പ്രഭാതത്തിൽ ഗായത്രി മന്ത്രം ഉരുവിടുന്നില്ല, രാമായണ മാസത്തിൽ രാമായണം ചൊല്ലുന്നത്, ഇതൊക്കെ സിസ്റ്റമായിട്ട് ശരീരത്തിൽ വൈബ്രേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സംവിധാനം. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാനതിങ്ങനെ പറയാം. നമ്മുടെ ഉച്ചത്തിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് ഒരു എനർജി ഉണ്ട്. അതിനേക്കാളും എനർജിയാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടൊരു കാര്യം പറയുന്നതിന്. ഞാൻ എവിടെയോ വായിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ശബ്ദത്തിൽ ഒരു കാര്യം പറയുന്നതിനേക്കാൾ 1080 മടങ്ങ് പവർ കൂടുതലാണ് മനസ്സുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ പോകും. അതിനേക്കാളും 1080 മടങ്ങ് പവറാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ പോകും. അതിനേക്കാളും 1080 മടങ്ങ് പവർഫുള്ളാണ് എനിക്കൊരു കാര്യം വേണമെന്നുള്ളൊരു ജർക്കിംഗ് ഫോഴ്സ് എന്നിൽ നിന്നുണ്ടാകുന്നത്. എനിക്കിപ്പോൾ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ അങ്ങ് എഴുതാക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഫോഴ്സ് ഇട്ടാലേ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു ജർക്കിംഗ് ഉണ്ടല്ലോ, ആ ഒരു എനർജി സിസ്റ്റം ഉണ്ടല്ലോ, അപ്പോൾ പറയണമെന്ന് പോലുമില്ല, വിഷ്വലൈസ് ചെയ്യണമെന്ന് പോലുമില്ല. എനിക്കുണ്ടാകുന്ന ആ തീവ്രമായ ആഗ്രഹം, ഡിസയർ തന്നെയാണ് അതിനേക്കാളും പവർഫുൾ. അപ്പോൾ ഇതിലേതിലായിരിക്കും പവർ കൂടുതൽ? പറയുന്നതിനാണോ? അങ്ങ് പറയുന്നത് വെച്ചാണെങ്കിൽ ഡിസയറിനായിരിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇന്ന് സീക്രട്ട് എന്ന് പറയുന്ന ബുക്കും അതുതന്നെയുള്ള ലോക പ്രശസ്തമായിട്ടുള്ള പല ബുക്കുകളുടെയും അന്തസത്ത എന്ന് പറയുന്നത് ഈ ഒരു സയൻസ് തന്നെയാണ്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിൽ സങ്കല്പങ്ങൾ ഉണ്ടാകട്ടെ. ആ സങ്കല്പങ്ങളിലൂടെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഇനിയും ഒരുമിച്ചിരിക്കാം പുതിയ പരിപാടികളുമായി. താങ്ക് യു.